നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ തലയിൽ എപ്പോഴും ഒരു മയിൽപ്പീലി കാണുന്നത്? ഒരു രാജാവായിട്ടും സ്വർണ്ണക്കിരീടമല്ല, ഒരു സാധാരണ മയിൽപ്പീലി മാത്രം. അതിനു പിന്നിൽ വളരെ ആത്മീയമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കൃഷ്ണനെ ഒരു പുതിയ രീതിയിൽ മനസ്സിലാക്കും. കൃഷ്ണൻ തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് വൃന്ദാവനം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ്. അവിടെ എല്ലായിടത്തും പച്ചപ്പും പുഷ്പങ്ങളും മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ മയിലുകൾ വളരെ കൂടുതലായിരുന്നു. കൃഷ്ണൻ തൻ്റെ കുഴൽ വായിക്കുമ്പോൾ ആ മയിലുകൾ സന്തോഷത്തോടെ നൃത്തം ചെയ്യുമായിരുന്നു. ഒരു ദിവസം കൃഷ്ണന്റെ സംഗീതത്തിൽ മയിലുകൾ അത്രയും സന്തോഷപ്പെട്ടു. അവയിൽ ഒരു മയിൽ തൻ്റെ മയിൽപ്പീലി താഴെ വിട്ടു. കൃഷ്ണൻ അതെടുത്ത് തൻ്റെ തലയിൽ ധരിച്ചു. അന്നു മുതൽ ആ മയിൽപ്പീലി കൃഷ്ണന്റെ അടയാളമായി മാറി. കൃഷ്ണൻ ഒരു രാജകുമാരനായിരുന്നു. കൃഷ്ണന് വേണമെങ്കിൽ വിലപിടിപ്പുള്ള ഒരു കിരീടം ധരിക്കാമായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഒരു സാധാരണ മയിൽപ്പീലി തിരഞ്ഞെടുത്തു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് മറ്റൊന്നിനെയുമല്ല, കൃഷ്ണന്റെ വിനയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം പോലും ലാളിത്യം തിരഞ്ഞെടുത്തു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മഹത്വം സാമ്പത്യത്തിലല്ല, വിനയത്തിലാണ് എന്നുള്ളതാണ്. മയിൽപ്പീലി വെറും അലങ്കാരമല്ല. അതിന്റെ രൂപം ശ്രദ്ധിച്ചാൽ മധ്യത്തിൽ ഒരു കണ്ണു പോലെയുള്ള രൂപം കാണാം. ഹിന്ദു സംസ്കാരത്തിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവീക ബോധം, അത് എല്ലാം കാണുന്ന ദൈവത്തിന്റെ ജ്ഞാനം. കൃഷ്ണന്റെ തലയിലുള്ള മയിൽപ്പീലി കൃഷ്ണൻ സർവജ്ഞാനനാണ് എന്നതിന്റെ പ്രതീകമാണ്. കൃഷ്ണന്റെ ജീവിതം പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. അവൻ പശുക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടും വളരെ സ്നേഹത്തോടെ പെരുമാറി. മയിൽപ്പീലി ധരിക്കുന്നത് ഒരു വലിയ സന്ദേശം നൽകുന്നു. മനുഷ്യനും പ്രകൃതിയും ഒന്നായി ജീവിക്കണം. ഇത് ഇന്നത്തെ കാലത്തെ ഒരു വലിയ പാഠമാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, കൃഷ്ണന്റെ മയിൽപ്പീലി വെറും അഹങ്കാരമല്ല, അതൊരു ആത്മീയ സന്ദേശമാണ്. അതിന്റെ അർത്ഥങ്ങൾ വിനയം, ജ്ഞാനം, പ്രകൃതിയോടുള്ള സ്നേഹം, ആത്മീയ ബോധം എന്നിങ്ങനെയാണ്. അതിനാലാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തർ കൃഷ്ണനെ ഓർക്കുമ്പോൾ ആ മയിൽപ്പീലി തന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അത് വെറും ഒരു പീലിയല്ല, അത് ദൈവിക സ്നേഹത്തിന്റെ അടയാളമാണ്. ഇതേപോലുള്ള വീഡിയോസിനായി മറക്കാതെ ക്ഷേത്രരഹസ്യം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.